കാലത്ത് തന്നെ മക്രോണി കണ്ടപ്പോൾ പാറമോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഇത് പാറമോള് തന്നെ വിളമ്പി എടുക്കുകയാണ്. മക്രോണിയിൽ ടൊമാറ്റോ സോസ് ഒഴിച്ച് കഴിക്കാനായിട്ട് പാറുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതാണ് രാവിലെ ഉണ്ടാക്കിയത്. ഗ്യാസിന്റെ പ്രശ്നം വീട്ടിൽ വന്നു തുടങ്ങിയിട്ടോ. കുറച്ച് ഗ്യാസേ ഉള്ളൂ, അതിൽ ഞാൻ കറി മാത്രം ഗ്യാസിൽ വെക്കും, ബാക്കിയൊക്കെ ഇപ്പോൾ അടുപ്പിലാണ് കേട്ടോ. പിന്നെ കെറ്റിലൊക്കെ വെക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ദേ നമ്മുടെ അടുപ്പ് ഇങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങി ഗൈസ്. ഗ്യാസിന്റെ ബുദ്ധിമുട്ട് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? എന്തായാലും നമ്മുടെ ഇവിടെ കിട്ടിയില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഒരു മാസം 10 ദിവസമൊക്കെ ഗ്യാസ് നിൽക്കുള്ളൂ. അപ്പോൾ അതിന് ഇനി 45 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത കുറ്റിക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഗ്യാസ് ഇല്ല ഗൈസ്. അങ്ങനെ ദേ ചോറ്, തണുത്ത ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് അച്ചുമോന് തണുത്ത ചോറിൽ തൈരും കടല ഇങ്ങനെ വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ സവോളയൊക്കെ ഇട്ടതും പിന്നെ എന്താ പറയുക പച്ചമുളക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പാറമോളെ പച്ചമുളക് പൊട്ടിക്കാൻ വിട്ടു കേട്ടോ. പാറമോള് ദേ ഈ മുളകാണ് പൊട്ടിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ അതൊക്കെ കഴുകി അതും അച്ചുമോന് കൊടുത്തുവിട്ട് അതും ചോറിലിട്ടിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ തിരുമ്പി കഴിഞ്ഞാൽ അതിൻ്റെ എരിവ് ഇതിലേക്ക് വരും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്താ പറയുക, നമുക്ക് ഭയങ്കര ചൂടിനൊക്കെ കുറവ് കിട്ടും കേട്ടോ. ശരീരത്തിന് നല്ല സുഖം കിട്ടും. അങ്ങനെ പാറമോൾക്ക് അതിൽ കുറച്ച് നെയ്യും കൂടി ഇടാൻ പറഞ്ഞ് നെയ്യ് ഇട്ട് കൊടുത്തു. ഞാൻ ദേ അച്ചാറാണ് എടുത്തത് കേട്ടോ. നാരങ്ങ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതും കൂടി എടുത്ത് ഞങ്ങൾ 3 പേരും തണുത്ത ചോറ് കഴിക്കുകയാണ്. എന്തായാലും അടിപൊളി സംഭവമാണ്. പച്ചമുളക് ഇങ്ങനെ തിരുമ്പി ഉടച്ച് കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ അമ്മ എന്താ ടേസ്റ്റാണെന്നറിയോ. അങ്ങനെ ഇതാ ഞാൻ ഉരുളി അടുപ്പിൽ വെച്ചു കേട്ടോ. വെച്ചിട്ടില്ല, വെക്കാൻ പോവാണ്. അച്ചുമോനെ പാറമോളെയും ഇറച്ചി മേടിക്കാനായിട്ട് അടുത്തേക്ക് വിട്ടിട്ടുണ്ട്. അവർ വരുമ്പോഴേക്കും ദേ സവോളയൊക്കെ അരിഞ്ഞ് അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു. സവോള അരിഞ്ഞാൽ പിന്നെ ഒരു കരച്ചിൽ പതിവാണല്ലോ. അങ്ങനെ ദേ സവോളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഉരുളി ചൂടായപ്പോൾ വേഗം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് സവോളയൊക്കെ വഴറ്റി തുടങ്ങാം. അപ്പോഴേക്കും ചിക്കൻ എത്തുമെന്ന് വിചാരിക്കാം. കാരണം അച്ചുമോന് പാറമോളാണല്ലോ പോയിരിക്കുന്നത്. അങ്ങനെ അതിലേക്ക് സവോളയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി കൊടുത്തോട്ട് അപ്പോഴേക്കും പിന്നെ അച്ചുമോൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേവൻ പച്ചമുളക് പൊട്ടിച്ചുകൊണ്ട് വന്നു. അതൊക്കെ കഴുകി അതും ആ ഉരുളിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ചിക്കനൊക്കെ നന്നായി കഴുകി എടുത്ത് നമുക്കൊരു കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുപ്പിൽ തീ കിടുമ്പോഴേക്കും അത് വെക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പൂരുണ്ടായിരുന്നു കേട്ടോ. പട്ടിക്കാട് അയ്യപ്പൻ്റെ അമ്പലത്തിൽ അത് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അവിടെ എത്തിയപ്പോഴേക്കും പൂരൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു. എങ്കിലും കുറച്ച് നേരമൊക്കെ കണ്ടു കേട്ടോ. പിന്നെ പതിവ് പോലെ പാറമോൾക്ക് എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടം വേണം, അത് മേടിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ 2 ഐറ്റം എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് വേണമെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു വേണ്ടാന്ന്. അങ്ങനെ അതൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്താ പറയുക കാവടി ഇതുപോലെയുള്ള ഐറ്റമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി കണ്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി കേട്ടോ.